നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൽ നടന്ന സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു. ബ്രേക്കിംഗ് നൗ. കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രവാസികളുടെ ബാഗുകൾ പൊളിച്ചു കവർച്ച. സ്പൈസ് ജെറ്റ് വിമാനത്തിലെത്തിയ യാത്രികൻ ബാദുഷയ്ക്ക് നഷ്ടമായത് 26,000 രൂപ. എയർപോർട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ ഈ ഇങ്ങനത്തെ ന്യൂസ് കുറേ ആയി കേൾക്കുന്നു. ഫോൺ പോയി പോകുന്നത്, അല്ലെങ്കിൽ പൈസ പോയി പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക വിലപിടിപ്പിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നു പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ അധികം കേൾക്കില്ല നമ്മൾ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്, നിങ്ങളോട് ഒറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാന്ന് ചെക്കിൻ ബാഗേജിൽ നിങ്ങളെ വിലപിടിപ്പുള്ള സാധനം വെക്കുന്നത്? നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനം, അത് പൈസ ആയിക്കോട്ടെ, പേഴ്സ്, മൊബൈൽ ആയിക്കോട്ടെ, മറ്റുള്ള സാധനങ്ങളായിക്കോട്ടെ, പിന്നെ എന്താ പറയുക എന്താ പറയുക സ്വർണ്ണം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ എന്തിനാന്ന് ഈ ചെക്കിൻ ബാഗേജിൽ ഇടുന്നത്? ചെക്കിൻ ബാഗേജിൽ ഈ ഇട്ടുകൊണ്ടല്ലേ ഓർക്ക് അവസരങ്ങൾ കൊടുക്കുകയല്ലേ? ഈ കക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഓർക്ക് നിങ്ങൾ കൊടുക്കുകയല്ലേ കേസ്? നിങ്ങൾ തന്നെ കൊടുക്കുകയല്ലേ കേസ്? കാരണം അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഹാൻഡ് ക്യാരി ഉണ്ടല്ലോ, ഹാൻഡ് ബാഗേജ്, ക്യാബിൻ ബാഗേജ് 7 കിലോ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് നിങ്ങൾ പിസ്റ്റിയും ചോക്ലേറ്റും നിറക്കാണ്ട് നിങ്ങൾ വിലപിടിപ്പുള്ള സാധനം അതിൻ്റെ അകത്ത് വെക്ക്. ഓക്കെ ഗൈസ്, നിങ്ങൾ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹാൻഡ് ക്യാരി, ഈ 7 കിലോൻ്റെ ഹാൻഡ് ക്യാരി ഉണ്ട്, അത് 10 കിലോ എങ്ങനെയെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് സാധനം കുത്തി കയറ്റി അതിൻ്റെ അകത്ത് ചോക്ലേറ്റും പിസ്തയും ബദാമും എല്ലാം വെക്കുക. അതിൻ്റെ അകത്ത് അത് ബദാമും പിസ്തയും ചോക്ലേറ്റും വെക്കേണ്ട സാധനമല്ല. നിങ്ങളെ വിലപിടിപ്പുള്ള, നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അതെല്ലാം വെക്കേണ്ട ഒരു ക്യാരിയാണ് നമ്മൾ ബാഗേജാണ് നമ്മളെ ക്യാബിനിൽ വെക്കേണ്ടത്. ഈ ലഗേജ് ചെക്കിൻ ബാഗേജിൽ നിങ്ങൾ ഈ അതിൻ്റെ അകത്ത് പിസ്തയും ബദാമും ചോക്ലേറ്റെല്ലാം ഇട്ടു അതൊന്നും ആരും കക്കാൻ പോകുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾ വിലപിടിപ്പുള്ള സാധനം എന്തിനാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഓർക്ക് അവസരം കൊടുക്കുന്നത്? ഈ കക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നിങ്ങളായിട്ട് തന്നെ കൊടുക്കുകയല്ല കേസ്, നിങ്ങൾ തന്നെ കൊടുക്കുകയാണ്. പ്രവാസി സുഹൃത്തുക്കളോട് നിങ്ങൾ തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാൽ കട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ അകത്തുണ്ട് കട്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെയാണ് ആക്കുന്നത്. നിങ്ങൾ ഹാൻഡ് ക്യാരിയിലും വെക്കുക നിങ്ങളെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, അതിൻ്റെ അകത്ത് പിസ്തയും ചോക്ലേറ്റും എല്ലാം ഇറക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ അകത്ത് നിങ്ങളെ പൈസ ആയിക്കോട്ടെ 26,000 രൂപയിൽ ചെക്കിൻ ബാഗേജിൽ ഇട്ടിട്ട് പോകാന്ന് വെച്ചാൽ എന്ത് ചങ്ങായി അവന്? അത് 26,000 രൂപ അവനക്ക് ഹാൻഡ് ബാഗേജ് വെച്ചാൽ പോരെ? എന്തായാലും ഹാൻഡ് ബാഗേജ് ഉണ്ടാവില്ല കയ്യിൽ, എന്തായാലും ഹാൻഡ് ബാഗേജ് ഉണ്ടാവല്ലോ, എന്തായാലും ഉണ്ടാവും. പോരാത്തല്ല ചില ആൾ കൈമിൽ വേറെ തോളത്തൊരു ബാഗ് കാണും, ലാപ്ടോപ്പ് ബാഗ്, അതിൻ്റെ അകത്ത് വെച്ചൂടെ? ചില ആൾക്കാർ ലാപ്ടോപ്പ് ബാഗ് കൊണ്ടിട്ട് അതിൻ്റെ അകത്തും പിന്നെ സാധനങ്ങൾ നിറച്ച് പിസ്തയും ബദാമും ചോക്ലേറ്റും നിറച്ചിട്ടാണ് പോകുന്നത്, അത് കാണുന്നുണ്ട് ലാപ്ടോപ്പ് ബാഗിൽ. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക കേസ്, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ അവസരം കൊടുക്കുന്നത്, അത് ഇനിയെങ്കിലും അതിന് ഒരു നിർത്തലുണ്ടാക്കുക. ഇനിയെങ്കിലും പോകുന്ന ആൾക്കാർ നിങ്ങൾ ചെക്കിൻ ബാഗേജിൽ നിങ്ങൾ വില കൊടുക്കുമ്പോൾ ഒരു സാധനം വെക്കരുത്, ഒരു സാധനം. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡ്രസ്സും തുണികളും പിന്നെ എന്താ വേണ്ടത്, പിന്നെ ഇങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ആയാലും ശരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ അകത്ത് വെക്കുക. നിങ്ങൾ